തെരഞ്ഞെടുപ്പിന് പിന്നാലെ മൊബൈൽ പ്ലാൻ നിരക്കുകൾ കുത്തനെ കൂട്ടി മൊബൈൽ കമ്പനികൾ. ജിയോ, വിഐ, എയർടെൽ കമ്പനികളാണ് നിരക്കുകളിൽ വർധന വരുത്തിയത്. ഇതിലൂടെ ഒരു ഉപയോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം 300 രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് കമ്പനികളുടെ നീക്കം. രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കിയാണ് ടെലികോം കമ്പനികൾ മൊബൈൽ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നിവരാണ് നിരക്ക് വർദ്ധിപ്പിച്ച് ദാതാക്കളെ കൊള്ളയടിക്കുന്നത്. റിലയൻസ് ജിയോ 12 മുതൽ 27% വരെയും എയർടെൽ 11 മുതൽ 21% വരെയുമാണ് മൊബൈൽ താരിഫുകൾ കൂട്ടിയത്. അൺലിമിറ്റഡ് കോളിംഗ്, SMS ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന അൺലിമിറ്റഡ് വോയിസ് പ്ലാനുകളിലും വർധനവുണ്ട്. പരിധിയില്ലാതെ കോളുകളും ഇന്റർനെറ്റും ലഭിക്കുന്ന പ്ലാനുകളിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. 479 രൂപയുടെ ഡെയിലി പ്ലാൻ 579 രൂപയാക്കിയതോടെ 20.8% വർദ്ധിച്ചത്. നേരത്തെ 265 രൂപയുണ്ടായിരുന്ന ഡെയിലി പ്ലാൻ ഇപ്പോൾ 299 രൂപയായി. 299ന്റെ പ്ലാൻ 349 രൂപയും 359ന്റെ പ്ലാൻ 409 രൂപയും 399ന്റേത് 449 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. 19 രൂപയുടെ 1 GB ഡെയിലി ഡാറ്റ പ്ലാൻ 22 രൂപയാക്കി. ഒരു ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനം 300 രൂപയാക്കി നിലനിർത്തിയാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ് കമ്പനികളുടെ വിശദീകരണം. ഇതിലൂടെ എയർടെലിന് ഒരു ഉപഭോക്താവിൽ നിന്ന് ശരാശരി 29 രൂപ അധികം നേടാനാകും. ജിയോയിൽ ഇത് 26 രൂപയായിരിക്കും. നിലവിൽ ഒരാളിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനം 181.7 രൂപയാണ്. സാമ്പത്തിക സ്ഥിരതയുള്ള ബിസിനസ് മോഡൽ തുടരാൻ വേണ്ടിയാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ വോഡഫോൺ ഐഡിയയും ജിയോയും എയർടെലും തങ്ങളുടെ 5G സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 2 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന വ്യാവസായിക കണക്കുകൾ വ്യക്തമാക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും ടെലികോം കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ ജനങ്ങളെ കൊള്ളയടിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ. കൈരളി ന്യൂസ്, ദില്ലി.